തൃശൂർ എളങ്കൂരിൽ യുവതി ഭർത്തൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് കസ്റ്റഡിയിൽ. പ്രഭിനെ മഞ്ചേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. പൂക്കോട്ടുപാടം സ്വദേശി വിഷ്ണുജയെ വ്യാഴാഴ്ചയാണ് ഭർത്തൃ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുജയ്ക്ക് സൗന്ദര്യം കുറവാണെന്നും സ്ത്രീധനം കുറഞ്ഞു പോയെന്നും ജോലിയില്ലെന്നും പറഞ്ഞ് പ്രഭിൻ പീഡിപ്പിച്ചെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. ഇവൻ സൗന്ദര്യമില്ല, കുട്ടി സൗന്ദര്യമില്ലെന്നും തടിയില്ല, ഒരു ജോലിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഏകദേശം 2 വർഷം ആവാനായി. 1.5 വർഷം കഴിഞ്ഞു, 2 വർഷത്തിൻ്റെ അടുത്തായി. 2 വർഷമായിട്ടും ഇതിങ്ങനെ തുടരുക തന്നെയായിരുന്നു? 2 വർഷമായിട്ടും തുടരുക തന്നെയായിരുന്നു. ഒപ്പം പഠിച്ചിരുന്ന അവരോടാണ് കാര്യമായിട്ട് പറയുക. ഇപ്പോൾ പോലീസ് എന്ത് പറയുന്നു? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റു കാര്യങ്ങളെല്ലാം വന്നപ്പോൾ പോലീസ് എന്താണ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഞങ്ങൾ വളരെ തൃപ്തിയാണ്. അതായത് ഇപ്പോൾ നല്ല രീതിയിലാണ് പോണത്. അപ്പോൾ അതിലൊന്നും ഒരു അഭിപ്രായമില്ല, ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു പാഠമായിട്ട് അവനെ ശിക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അടുത്ത്. ശാന്തകുമാർ വെള്ളാലത്തുണ്ട് വിശദാംശങ്ങളുമായി. ശാന്തകുമാർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള സമാന അനുഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിലെ ഒരു ഞെട്ടലുണ്ട്. കുടുംബം ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സൗന്ദര്യമില്ല, ജോലിയില്ല എന്നൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നിരന്തരം ഈ കുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? ഒപ്പം തന്നെ ഈ കുട്ടി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിഞ്ഞത് ഈ കുട്ടി ഇത്തരം ഒരു കൃത്യം ചെയ്തതിന് ശേഷമാണോ? ചെറിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ട് ദാമ്പത്യത്തിൽ എന്നുള്ളത് പിതാവിന് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ അമ്മയും അച്ഛനും ഇടപെടേണ്ട എന്ന് തന്നെയാണ് വിഷ്ണുജ ആവശ്യപ്പെട്ടിരുന്നതെന്ന് തന്നെയാണ് അച്ഛൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്. കാരണം അത്തരത്തിലൊരു പ്രശ്നം വീട്ടുകാർ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പോകുമെന്നുള്ളൊരു ആശങ്ക വിഷ്ണുജയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പിതാവും സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു കാര്യമായ ഒരു ഇടപെടൽ വീട്ടുകാർ നടത്തിയിരുന്നില്ല. പക്ഷേ ഇവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വീട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതൊരു ആത്മഹത്യയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നും വീട്ടുകാർക്കും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏറെ സംശയകരവും ആശങ്കയും ഇപ്പോൾ വീട്ടുകാർക്കുള്ളത്. അതുതന്നെയാണ് ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് രക്ഷിതാവ് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ പറയുന്നത്. ഈ വിഷ്ണുജിയുടെ കൂട്ടുകാരോടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിരുന്നത് എന്ന് തന്നെയാണ് പിതാവും സൂചിപ്പിച്ചത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിഷ്ണുജയെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു. അതായത് ഈ മൃതദേഹം മരണത്തിന് ശേഷം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു എന്നും വീട്ടുകാർ പറയുന്നുണ്ട്. ഇതെല്ലാം സംശയകരമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഭർത്താവ് പ്രഭിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നേരത്തെ വീട്ടുകാർ ആരോപണം ഉന്നയിച്ചിരുന്നത്. പക്ഷേ മഞ്ചേരി പോലീസ് ഇന്ന് രാവിലെ പ്രഭിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീട്ടുകാരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ കൂട്ടുകാരിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങളിലെല്ലാം അടിസ്ഥാനത്തിൽ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി ശക്തമായ വകുപ്പുകൾ ചുമത്തി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. എന്തായാലും മഞ്ചേരി പോലീസ് ഇപ്പോൾ പ്രഭിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സ്ത്രീധന പീഡനം, അതുപോലെ തന്നെ ഈ സംശയകരമായ രീതിയിലുള്ള പ്രവർത്തനം, മർദ്ദനം, മാനസിക പീഡനം, ഇവയ്ക്കെല്ലാം വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തന്നെയാണ് പോലീസിന്റെയും ധാരണ. അശ്വതി, വിഷ്ണുജിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഭർത്താവിനെ പ്രഭിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ്. വിശദമായ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അസ്വാഭാവിക മരണത്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നത്. ഈ വിഷ്ണുജി ഭർത്തൃ വീട്ടിൽ നിരവധി പീഡനങ്ങൾ ഏറിട്ടിരുന്നു, മാനസിക പീഡനങ്ങൾ അടക്കം ഏറിട്ടിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ജോലിയില്ല, ഒപ്പം സൗന്ദര്യം കുറവ്, സ്ത്രീധനം പോരാ എന്നൊക്കെ പറഞ്ഞ് നിരവധി കാരണങ്ങൾ പറഞ്ഞ് ഈ കുട്ടിയെ നിരന്തരം ബുദ്ധിമുട്ടിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാന്തകുമാർ വെള്ളാലത്ത്.